പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രൈഡ് റൈസും ആ ഒരു ടേസ്റ്റിലുള്ളൊരു ചിക്കൻ കറി ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിത് ഇവിടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലോട് കൂടിയുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. സാധാരണ പാല് കാച്ചും കല്യാണ വീട്ടിലൊക്കെ റിസപ്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പം ചിക്കൻ കുറവായിരുന്നുകൊണ്ട് ഞാനൊരു കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പ് ഞാനിവിടെ നോൺ സ്റ്റിക്ക് കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മീഡിയം വലിപ്പത്തിലുള്ള 3 സവാള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് മൊത്തവും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇതിന് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മീഡിയത്തിലും അതുപോലെ തീ കുറച്ചുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാനേ. ആദ്യം ഇതേപോലെ ഒന്ന് നിരത്തിയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ കുറേ സമയം എടുക്കും കേട്ടോ ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കാനായിട്ട്. തീ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. എന്നാൽ ഒന്ന് ഒരു വല്ലാത്തൊരു ചുവയും വരും ആ ഒരു കരിഞ്ഞതിൻ്റെ. പക്ഷെ ആ കറിക്ക് തന്നെ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് അങ്ങ് പോകും. അപ്പോഴത്തെ നമ്മൾ ഇച്ചിരി സമയം എടുത്തതിന് ഇതുപോലെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം ക്രിസ്പി ആയിട്ട് വരത്തക്ക രീതിയിൽ ഒരു ബ്രൗൺ നിറത്തിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒത്തിരി ഒന്നുമില്ല കേട്ടോ, ഏകദേശം ഒരു 100-150 ഗ്രാം അത്രേ കാണത്തുള്ളൂ. 3 പേർക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഈ ഒരെണ്ണം കാണിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ച് വഴറ്റി കൊടുക്കണം. ഈ ഒരു എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വരും. പ്രത്യേകം നമ്മൾ വറുത്ത് കോരണമെന്നൊന്നുമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഉള്ളിക്കകത്തും കൂടെ കിടന്ന് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴണ്ട് മൊരിഞ്ഞ് മൂത്ത് വരണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കറിക്ക്. അപ്പം അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെക്കുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അതുപോലെ തന്നെ ആ ഉള്ളിക്കകത്തുനിന്നും എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും, വെള്ളവും ഇതുപോലെ ഊർന്ന് വരും. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന വെളുത്തുള്ളിയൊക്കെ മിക്കവാറും ഇച്ചിരി വലിയ ടൈപ്പ് ഉണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു 3 പച്ചമുളകും കൂടി ഇതിലേക്ക് അങ്ങ് ഒടിച്ചിട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ഈ ഒരു പ്രാവശ്യം പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിയപ്പം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ 3 എണ്ണ എടുത്തിട്ടുള്ളൂ. അതും ഞാൻ കീറിയിടാതെ ഇതേപോലെ ഒടിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം എരിവ് ഒരുപാടങ്ങ് ഇറങ്ങത്തില്ല, അതുകൊണ്ടാണ്. ഇനി ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ടിങ്ങനെ മുരിഞ്ഞ് മൂത്ത് വരണേ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളിനി പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ, ഏകദേശം 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് ആ മല്ലിപ്പൊടിയുടെ കുത്തൽ വേണ്ട, അതുകൊണ്ടാണ്. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ആദ്യം ഒന്നിങ്ങനെ വറുത്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ മല്ലിപ്പൊടിക്ക് ഒരു ഇച്ചിരി മൂപ്പ് കൂടുതലാണ്, അതുകൊണ്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. അപ്പം ഞാനിപ്പം നല്ല എരിവുള്ള മുളക് പൊടി, അതായത് പാണ്ടിമുളകെന്ന് പറയത്തില്ലേ, അത് ഏകദേശം 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിരിയൻ മുളകിൻ്റെ പൊടി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കളറ് കാണും, കൊഴുപ്പ് കാണും, എന്നാൽ തീരെ തന്നെ എരിവില്ല, അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടിങ്ങനെ ഒന്ന് വരട്ടി കൊടുക്കണം. ഒന്ന് തട്ടിപ്പൊത്തി അങ്ങ് അടച്ച് വെച്ചേക്കണേ. ഈ ഒരു സമയത്ത് ഈ ഒരു പൊടികളൊക്കെ ഈ ഒരു ചിക്കനിലേക്കും ആ ഒരു സവാളയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ റെസ്റ്റോറൻറ്റിലും അതുപോലെ തന്നെ ഈ കാറ്ററിംഗുകാരൊക്കെ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു കസൂരി മേത്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടൊമാറ്റോ സോസും, അത് ഒരുപാടൊന്നും വേണ്ട, ഏകദേശം ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. അതുപോലെ തന്നെ ഒരു 3-4 തുള്ളി നമ്മുടെ സോയാ സോസ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഒരുപാടങ്ങ് കൂടിപ്പോകരുത്. ടൊമാറ്റോ സോസ് ആയാലും അതുപോലെ തന്നെ സോയാ സോസ് ആയാലും ഒത്തിരി അങ്ങ് കൂടിപ്പോയാൽ ഈ കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഗരം മസാല വേണ്ട, കുറച്ച് മതി. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കണും സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് ഇച്ചിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പിൻ്റെ നിറച്ച് 1 കപ്പ് വെള്ളം മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കുറേ നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് സിമ്മിലാക്കി വെക്കണം, നന്നേ സിമ്മിലാക്കി വെക്കണേ. എങ്കിൽ മാത്രമേ ആ ചാറൊക്കെ ഒന്ന് കുറുകയും അതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരികയും ചെയ്യും. ഏറ്റവും ലാസ്റ്റ് ഞാനിവിടെ ഒരു 10-18 കശുവണ്ടി പരിപ്പ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് തേങ്ങാപ്പാലിനകത്ത് നന്നായിട്ടിങ്ങനെ നല്ല വടുകന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്താണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും അതുപോലെ തന്നെ കുറച്ച് തിക്നെസ്സൊക്കെ വരുന്നത്. ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. നമ്മുടെ വീട്ടിൽ ഉപ്പ് കുറച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഒത്തിരി ഉപ്പൊന്നും എല്ലാ റെസിപ്പീസിനും ചേർക്കാതെ കുറച്ചായിട്ട് ചേർക്കുന്നത്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ പരിപാടി നോക്കാം. ഞാനിവിടെ ഒരു കുത്തുപോണിയിലേക്ക് വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും സാജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു ഫ്രൈഡ് റൈസിന് പെരിഞ്ജീരകമല്ല സാജീരകമാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ് ബസ്മതി റൈസ് ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 4-5 തവണ കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരമുറി ചെറുനാരങ്ങ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ചേർക്കുന്നത് ഈ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 90% വെന്ത് കിട്ടിയാൽ മതി. വെന്ത് കുഴഞ്ഞ് ഉടഞ്ഞു പോകരുത്. ഓരോ റൈസിനും പ്രത്യേകമാണ് കേട്ടോ വേവ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഇതെന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആയിരുന്നു കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനത്തെ റൈസൊക്കെ വെന്തപ്പം ഞാൻ ഊറ്റിയിട്ടിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഇതിനൊരു പ്രത്യേക മസാലയുണ്ട്, അത് റെഡിയാക്കാം. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഉരുകി നല്ല സെറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2 ഏലക്ക, 2 ഗ്രാമ്പു, കുറച്ച് പട്ട, വളരെ കുറച്ച് സാജീരകം. നമ്മൾ നേരത്തെ റൈസിലും സാജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. അതിലേക്ക് ഒരു പകുതി സവാളയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ കല്യാണത്തിനും അതുപോലെ തന്നെ പാർട്ടികളിലൊക്കെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു റൈസിനെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടിങ്ങനെ മുരിഞ്ഞ് നന്നായിട്ടിങ്ങനെ ഒന്ന് വഴണ്ട് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കശുവണ്ടിപ്പരിപ്പാണ്. എപ്പോഴും നമ്മൾ ഉണക്കമുന്തിരി ചേർത്ത് ഒന്ന് പകുതി ഭാഗമൊക്കെ മൂത്ത് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ കശുവണ്ടിപ്പരിപ്പ് ചേർക്കാവൂ. കാരണം ഈ മുന്തിരി ഇങ്ങനെ ഒന്ന് വീർത്ത് വരണം, അതിന് വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ കശുവണ്ടിപ്പരിപ്പ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇനി ഇതേ കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ വളരെ കുറച്ച് കശുവണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ഇവിടെ കുറച്ച് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പകുതി ക്യാരറ്റ്, അതുപോലെ വലിയ ക്യാരറ്റിൻ്റെ പകുതിയാണ് കേട്ടോ. പിന്നെ ഒരു 5 ബീൻസ്, അതുപോലെ കുറച്ച് ക്യാബേജ്, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ പീസ് കുതിർത്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 2 ഐറ്റം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ലേ. പച്ചക്കറികളൊക്കെ ഏകദേശം ഒരു പകുതി 1/4 ഭാഗം വെന്ത് വരണം. അതിന് ശേഷമാണ് നമ്മൾ ക്യാപ്സിക്കം ഇതേപോലെ നീളത്തിൽ നുറുക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൂട്ടി ഫ്രൂട്ടിയാണ്. അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെയെന്ന് പറയുന്നത് ഈ ഒരു ഫ്രൈഡ് റൈസിന് മസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ്. കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും കൂടെ നുറുക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ കുറച്ച് പൈനാപ്പിളും കൂടി കട്ട് ചെയ്ത് ചേർക്കാമേ. അപ്പം എൻ്റെ കയ്യിൽ പൈനാപ്പിളും ഇല്ലായിരുന്നു, ഞാൻ അതിന് പകരം എസൻസ് ആണ് കേട്ടോ ഒഴിച്ചത്. പൈനാപ്പിൾ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു പരന്ന തട്ടം എടുത്ത് അതിലൊന്ന് ചരിച്ച് വെക്കണം. കാരണം എക്സസ് ആയിട്ട് അതിലെന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചോറ് പെട്ടെന്ന് തന്നെ വളിച്ചു പോകും. അതുകൊണ്ടാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ വഴറ്റിയ മസാലയൊക്കെ അങ്ങ് മാറ്റിയതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ റൈസ് സെറ്റ് ചെയ്യുന്നത്. വളരെ കുറച്ചൊരു നാഴിയൊക്കെ അല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ഒരു പാത്രത്തിൽ തന്നെ സെറ്റ് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ഗ്യാസ് നന്നായിട്ട് സിമ്മിൽ വെക്കണം. അതിന് ശേഷം ഇതേപോലെ കുറച്ച് ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ടുകളും കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും
എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇനി കുറച്ച് മാത്രം പൈനാപ്പിൾ എസൻസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ എസൻസുകൾ ചേർക്കുമ്പം ഡയറക്റ്റായിട്ട് ചേർക്കരുത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് പാല് ചേർത്ത് അതിൽ മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. ഞാനിപ്പം വെള്ളം ചേർത്തിട്ടാണ് മിക്സ് ചെയ്തത്, കാരണം ഈ ഒരു റൈസിന് കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പും കൂടി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ വഴറ്റിയ മസാലക്കൂട്ടുകളും കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും അങ്ങനത്തെ എല്ലാ ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാമേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫ്രൈഡ് റൈസിനും അതുപോലെ തന്നെ ചിക്കൻ കറിക്കൊക്കെ. വല്ലപ്പോഴും വീട്ടിൽ നമുക്ക് അവധിയൊക്കെ കിട്ടുന്ന സമയത്ത് മക്കളുമാർക്കൊക്കെ ഇതൊക്കെ ചെയ്തു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ ഒന്ന് വെക്കണം. കാരണം ഈ ഒരു നെയ്യും എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ഇടണം. നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റും എനിക്ക് ഒത്തിരി വിലപ്പെട്ടതാണ് കേട്ടോ, ഒത്തിരി ഇൻസ്പിറേഷനാണ്. ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും പിന്നെ സാലഡും നമ്മുടെ പച്ചമുളക് അച്ചാറും പപ്പടവും ഒക്കെയാണ് കേട്ടോ കഴിച്ചത്. ഇത് റൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഓവർ കുക്ക്ഡ് അല്ല. അതുപോലെ തന്നെ ആ ചിക്കനും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ മസാലയൊക്കെ പിടിച്ചിട്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി. ഈ ഒരു ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.